കൊച്ചി മേയർ സമുദായ അംഗമാകണം എന്ന നിർദ്ദേശവുമായി ലത്തീൻ സഭ ജയിച്ചു വന്ന കൗൺസിലർമാരിൽ നിരവധി ലത്തീൻ സമുദായ അംഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചത് എന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ പറയുകയാണ്. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, അപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ പരിഗണന, അത് മുൻഗണന ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ലത്തീൻ സമുദായം ഏറെയുള്ള ഒരു മേഖല കൂടിയാണ് കൊച്ചി. അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയെങ്കിൽ ആരെ മുന്നിൽ കണ്ടാണ്? അതായത് കൊച്ചിയിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF കൊച്ചി കോർപ്പറേഷൻ കൈ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള പിടിവലിയാണ് നടക്കുന്നത്. 3 പേരുകൾ സജീവമായി തന്നെയുണ്ട്. ദീപ്തി മേരി വർഗീസ്, ഷൈനി മറ്റോ, ഈ 3 പേരുടെ പേരുകളുമുണ്ട്. ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരം ഇതുവരെയില്ല. 3 പേർക്കും വേണ്ടി സമുദായിക വിഭാഗങ്ങളൊക്കെ ചരട് വലികളും നടത്തുന്നത്. ഇപ്പോൾ ലത്തീൻ സഭ അവരുടെ നിലപാട് കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി കൗൺസിലർമാർ ലത്തീൻ സഭയിൽ നിന്നുള്ളവരുണ്ട്, ഭൂരിപക്ഷമുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ സമുദായത്തിൽപ്പെട്ട ഒരാൾ കൂടി വരണമെന്നൊരു ആവശ്യമാണ് ലത്തീൻ സഭയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അത് ഷൈനി മാത്യുവിന് അനുകൂലമായ ഒരു നിലപാടാണ്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം KPCC ചുമതലയുള്ള ആളാണ്. KSUവിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയാണ്. വലിയ രീതിയിൽ ഇത്തവണ മേയറാകുമെന്ന പേരുകളിലേക്ക് ഉയർന്നു കേട്ട വ്യക്തി കൂടിയാണ്. അതാണ് ദീപ്തിക്ക് മുൻതൂക്കം നൽകുന്നത്. ഷൈനി മാത്യുവിന് വേണ്ടിയിട്ടുള്ള വലിയ ചരടുവലികൾ നടക്കുമ്പോഴാണ് ലത്തീൻ സഭ കൂടി രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ സമുദായ സമവാക്യങ്ങൾ കഴിഞ്ഞ തവണയും മേയറെ പരിഗണിച്ചപ്പോൾ ഉയർന്നു വന്നതാണ്. പക്ഷെ അത് പരിഗണിച്ചില്ല, അത് വിട്ടുപോകുകയും സൗമ്യ പരിഗണന കിട്ടുകയും ചെയ്തു. അങ്ങനെ വന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുക്കണമെന്ന ആവശ്യം കൂടി ഒരു വിഭാഗം, ദീപ്തിക്ക് എതിര് നിൽക്കുന്ന വിഭാഗം മുന്നോട്ട് വെക്കും. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചാൽ അത് ഷൈനി മാത്യുവിന് അനുകൂലമാകുമെന്നൊരു കണക്കുകൂട്ടൽ ആ വിഭാഗത്തിനുണ്ട്. മിനിമോളുടെ പേരും സജീവമായി ഉണ്ട്. 4 തവണ വിജയിച്ച ആളാണ്. മിനിമോൾ മേയർ സ്ഥാനത്തേക്ക് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കായിരിക്കും എന്നുള്ളത് വലിയ തർക്കമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഉറപ്പാണ്, ഒരാളെ പരിഗണിച്ചാൽ മറ്റു 2 പേർക്ക് ഡെപ്യൂട്ടി സ്ഥാനം കിട്ടാൻ ഒരു സാഹചര്യം കൂടി ഇല്ലാതാകും. ഇനി ടേം വ്യവസ്ഥയിൽ 2 പേരെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വീഡിയോ സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് പാർട്ടി കൃത്യസമയത്ത് നിലപാടെടുക്കും, തീരുമാനിക്കും. മാധ്യമ വാർത്തകളിൽ വരുന്നവരല്ല മേയർ എന്നതാണ് സതീശൻ വ്യക്തമാക്കിയത്. എന്തായാലും മേയർ സ്ഥാനത്തിന് വേണ്ടി വലിയ ചരട് വലികൾ കൊച്ചിയിൽ വിജയത്തിന് നൽകിയത്. അപ്പോൾ കൊച്ചിയിൽ ആരാകും മേയർ എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സമുദായ അംഗമാകണം എന്ന നിർദ്ദേശം ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്നത്.